ശ്രീമതി ദിവ്യ എസ് അയ്യർ, അതായത് നമ്മുടെ വിഴിഞ്ഞം പദ്ധതിയുടെ ചാർജിലുണ്ടായിരുന്ന വിദ്യ എസ് അയ്യർ, അവർ നമ്മുടെ ശബരിനാഥൻ മുൻ MLA ഭാര്യയാണ്. ഇവരെ ഒന്നും ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരൊരു കലാകാരിയാണ്. അവർ നൃത്തം ചെയ്യും, പാട്ട് പാടും, കവിത എഴുതും. കവിത മാത്രമല്ല, അവർ ഒരുപാട് എഴുതും. അങ്ങനെയൊക്കെയുള്ള ഒരു മഷക്കുപ്പിയും കൊണ്ട് നടക്കുന്ന ആളെന്നുള്ള ഒരു പേരുമുണ്ട്. ആ രീതിയിലുള്ള ഒരു ഉദ്യോഗസ്ഥയാണ്. അവർ പത്തനംതിട്ട ജില്ലാ കളക്ടറായിരുന്നു. അവിടെ ജില്ലാ കളക്ടറായിട്ട് നല്ല പെർഫോമൻസും ആയിരുന്നു, അതിന് സംശയമൊന്നുമില്ല. അത് കഴിഞ്ഞാണ് ഈ വിഴിഞ്ഞം അവിടെ പദ്ധതിയിലേക്ക് അവരെ നിയമിക്കപ്പെട്ടത്. ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയോ എന്തോ പേരിലാണ് നിയമിക്കപ്പെട്ടു. അവരുടെ ചാർജിലാണ് അവിടെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് കുറേ അലിഗേഷൻ അവർക്കെതിരേക്ക്, അത് അവരൊന്നും ചെയ്യുന്നതല്ല. അതായത് ആ സ്ത്രീയുടെ കുഴപ്പമൊന്നുമല്ല, അതൊരു ഉദ്യോഗസ്ഥയാണ്. ആ ഉദ്യോഗസ്ഥയെ സംബന്ധിച്ചിടത്തോളം ബാക്കി ഈ നേതാക്കൾ, ഇപ്പം മുഖ്യമന്ത്രിയോ അതുപോലെ പോർട്ടിൻ്റെ ചുമതലയുള്ള മന്ത്രിയോ ഒക്കെ പറയുന്ന കാര്യങ്ങൾ അവർക്ക് കേട്ടേ പറ്റുള്ളൂ. കേൾക്കാതിരിക്കാൻ ഒക്കത്തില്ലല്ലോ. അങ്ങനെ കേൾക്കും. അങ്ങനെ അവിടെ ആ ചുമതലയിൽ ഇരിക്കുമ്പോൾ, അപ്പോൾ മുഖ്യമന്ത്രിയുടെ PS ആയിരുന്ന നമ്മുടെ ഇപ്പോഴത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി, CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന KK രാഗേഷ്, ഈ രാഗേഷുമായിട്ട് ഇവർക്ക് നല്ല അടുപ്പം വന്നു. അതിന് കാരണം ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ടുള്ള ഒരുപാട് ബന്ധങ്ങൾ വേണമല്ലോ. അങ്ങനെ വരുന്ന ഉടനെ രാഗേഷുമായിട്ട് യഥാർത്ഥത്തിൽ അടുപ്പം വന്നു. അപ്പോൾ ഈ രാഗേഷിന് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞില്ല, പെട്ടെന്ന് കുറേ ആൾ കഴിഞ്ഞപ്പോൾ അങ്ങ് പൊക്കി അങ്ങ് താഴെ ഇട്ടു. രാഗേഷിനെ താഴെ ഇട്ടിട്ട് ഇവിടുന്ന് മാറ്റി രാഗേഷിനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി, CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ട് മാറ്റി. അത് മോശമായൊരു പോസ്റ്റൊന്നുമല്ല. മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്നത് ഒരു വലിയ പോസ്റ്റാണ്. അത് അല്ലാതെ അത് വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല. അത് തന്നെ അങ്ങനെ തന്നെയാണ്. ഏതായാലും ശരി, അത് കഴിഞ്ഞതിന് അപ്പോൾ അത് പോയി അദ്ദേഹം ഇവിടുന്ന് യാത്ര പറഞ്ഞ് പോകുന്ന രംഗത്ത് ഇവർ കഥ എഴുതുന്നു, പോയി കെട്ടിപ്പിടിക്കുന്നു, സംസാരിക്കുന്നു. വളരെ വലിയ കാര്യം അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് പറയുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞു. ആളുകളൊക്കെ ചിരിച്ചതേ ഉള്ളത്, എന്താ ഇവർ ചെയ്യുന്നതെന്നൊക്കെ കാണിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഒരു ചെറിയ എക്സെൻട്രിക് ബിഹേവിയർ ഉണ്ടെന്ന് തോന്നത്തക്ക വിധം ഇവർ പലപ്പോഴും ഇങ്ങനെ പെരുമാറുന്നത് കണ്ടിട്ടുണ്ട് പല കാര്യങ്ങളിലും. അത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ അവർ മുഖ്യമന്ത്രിയുടെ ഒരു പെറ്റായിരുന്നു എന്ന് പറഞ്ഞാൽ, അന്നത്തെ മുഖ്യമന്ത്രിയുടെ, അതായത് ശ്രീ പിണറായി വിജയൻ്റെ ഒരു പെറ്റായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇഷ്ടമായിരുന്നു ഇദ്ദേഹത്തിന്. അതുപോലെ തന്നെ KK രാഗേഷിന് തുടങ്ങി ഉള്ള ആളുകൾക്കൊക്കെ, സംഭവം വാസവൻ തുടങ്ങിയ എല്ലാവർക്കും. കാര്യം അവർ വളരെ കാര്യശേഷിയുള്ള ഒരു ഓഫീസർ എന്നുള്ള നിലയ്ക്കായിരിക്കാം. അത് മാത്രമല്ല, സർക്കാരിൻ്റെ താല്പര്യങ്ങളെ അതേപോലെ സംരക്ഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ എന്നുള്ള നിലയ്ക്കായിരിക്കാം. ഏതായാലും ശരി, ഇതെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ ഇവിടെ ഈ നമ്മുടെ VD സതീശൻ സർക്കാർ വന്നല്ലോ, UDF-ൻ്റെ സർക്കാർ വന്നു കഴിഞ്ഞപ്പോൾ ഒന്നുമില്ല, ഒരുപാട് പേരെ മാറ്റി. ആ കൂട്ടത്തിൽ ആണ് ശ്രീമതി ദിവ്യ എസ് അയ്യരെയും അവിടുന്ന് മാറ്റി. അപ്പോൾ മാറ്റിക്കഴിഞ്ഞതിന് ശേഷം അതിനെ സംബന്ധിച്ച് വലിയ പ്രശ്നമുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സഖാവ് MV ഗോവിന്ദൻ തന്നെ അതിനെക്കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്ത് പറഞ്ഞു, ദിവ്യ എസ് അയ്യരെ മാറ്റി, അത് വലിയ കുഴപ്പം കാണിക്കാനും അഴിമതി കാണിക്കാനും അദാനിയുമായിട്ട് ഒത്തുചേർന്ന് പോകാനും വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് എന്നുള്ള രീതിയിലാണ് അതിനെ അവതരിപ്പിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശ്രീ പിണറായി വിജയൻ അതുപോലെ തന്നെ അതിനെതിരെ പ്രതികരിച്ചു. അതായത് ദിവ്യ എസ് അയ്യരെ അവിടുന്ന് മാറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് മാറ്റി എന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം ഇത് പറഞ്ഞേക്കുന്നത് എന്താണെന്നറിയോ, ഈ മാറ്റിയതിനെതിരെ പറഞ്ഞപ്പോൾ അതിന് പറഞ്ഞ ഒരു കാരണം എന്ന് പറയുന്നത് എന്താണെന്നറിയോ, കാര്യം ദിവ്യ എസ് അയ്യർ വളരെ കഴിവുള്ള ഈ പോർട്ടിനെ കുറിച്ച് മുഴുവൻ, വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് മുഴുവൻ അറിയാവുന്ന, പോർട്ടിനെ കുറിച്ച് നല്ല ജ്ഞാനമുള്ള ഈ കഴിവുറ്റ ഉദ്യോഗസ്ഥയെ അവിടുന്ന് മാറ്റിയിട്ട് കഴിവ് കെട്ട ഒരാളെ അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചെന്നാണ്. ഒരു ചെറുപ്പക്കാരനായ IAS ഓഫീസറെയാണ് അവിടെ വെച്ചേക്കുന്നത്. അദ്ദേഹം
ഇവിടെ എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്ത് RDO ആയിട്ട് അസിസ്റ്റന്റ് കളക്ടറായിട്ടോ മറ്റോ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ജനങ്ങൾക്ക് വളരെ താല്പര്യമുള്ള ആളാണ്. നല്ല കഴിവുള്ള ഒരു ഓഫീസറെന്ന് അവിടെ ഒന്നാകെ എല്ലാവരും വിളിച്ചു പറയുന്ന ഒരു ഉദ്യോഗസ്ഥനെയാണ് അവിടെ കൊണ്ടുവച്ചേക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ കഴിവില്ലാത്ത ഒരാളെന്ന് അയാൾക്കൊണ്ട് അവിടെ കൊണ്ട് പ്രതീക്ഷിച്ചു, അഴിമതി നടത്താൻ വേണ്ടിയാണ് എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. എനിക്ക് മനസ്സിലാവാത്തത് ഈ പത്തനംതിട്ട ജില്ലാ കളക്ടറായിരുന്ന ദിവ്യ സയ്യരെയാണ് ഈ പോർട്ടിലോട്ട് മാറ്റിയത്, വിഴിഞ്ഞം പദ്ധതിയിലോട്ട് മാറ്റിയത്. പത്തനംതിട്ട ജില്ലയിൽ നമുക്ക് കടലിൻ്റെ സാമീപ്യം പോലും ഇല്ല. പിന്നെ ഇവർക്ക് കടലിനെ കുറിച്ചും മത്സ്യത്തൊഴിലാളികളെക്കുറിച്ചും ഈ തുറമുഖ പദ്ധതികളെക്കുറിച്ചും ഈ കപ്പലുകളെക്കുറിച്ചും എന്താ ജ്ഞാനം എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ഇവർ ഈ കപ്പലുടമസ്ഥൻ്റെ മോളോ അതുപോലെ വല്ലോ ആണോ അവരെ കുടുംബത്തിൽ കപ്പലുണ്ടോയെന്നൊന്നും നമുക്കറിയത്തില്ല. ഏതായാലും ശരി, ഇപ്പോൾ അതിന് പറഞ്ഞ ന്യായം ഇതാണ്. അത് അത്രയും പരിജ്ഞാനമുള്ള ആളിനെ മാറ്റിയിട്ട് വേറെ ഒരു കഴിവ് കെട്ട ഒരു ഉദ്യോഗസ്ഥനെ അവിടെ കൊണ്ടുവച്ചെന്നാണ് ആ IAS ഓഫീസറെ ആക്ഷേപിച്ചത്. ശരിയാണോ? അല്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞതെന്ന് ആണ് ഞാൻ പറഞ്ഞത്. അത് ശ്രീ പിണറായി വിജയൻ്റെ അഭിപ്രായമാണ്, MV ഗോവിന്ദൻ്റെ അഭിപ്രായമാണ്. ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞത് ദേശാഭിമാനിയുടെ അഭിപ്രായമാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് ശ്രീമതി ശൈലജ ടീച്ചറടുത്ത് അഭിപ്രായം ചോദിച്ചപ്പോൾ പറഞ്ഞെന്തെന്നറിയാം, ഗവൺമെൻറ് വരുമ്പോൾ ഒരു ഗവൺമെൻറ് മാറി വരുമ്പോൾ അവരുടെ സൗകര്യത്തിനനുസരിച്ച് അവർ IAS ഓഫീസറെ സിവിൽ സർവൻസിനെ അവർ മാറ്റും, പലരും മാറ്റും. അതിനകത്തൊന്നും ഇത് വിവാദമാക്കേണ്ട ഒരു കാര്യമുള്ളതല്ല ഇത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അവരത് മുമ്പാണെങ്കിൽ ശ്രീമതി ശൈലജ അത് പറയത്തില്ല, പക്ഷെ ഇപ്പം പറഞ്ഞു തുടങ്ങി. ഏറ്റവും കൂടുതൽ ഉപദ്രവം സഹിച്ച ഒരു നേതാവാണ്. ചവിട്ടി ഒതുക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ചവിട്ടേറ്റ നേതാവ് യഥാർത്ഥത്തിൽ ശൈലജ ടീച്ചർ തന്നെയാണ്. അവർ വളരെ കഴിവുള്ള ഒരു മന്ത്രി എന്നുള്ള രീതിയിൽ കഴിവ് തെളിയിച്ച ഒരു വനിതയാണ്. അവരെ അവസാനം രണ്ടാമത് അവർ ജയിച്ചു കഴിഞ്ഞപ്പം ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ അവർ ജയിച്ചേ, എന്നിട്ട് അവരെ മന്ത്രിയാക്കിയില്ല. കഴിവുകെട്ട ആളുകളെ എല്ലാം പിടിച്ച് മന്ത്രിമാരാക്കി, ഇവരെ മൂലക്കിരുത്തി, ഇവരെ MLA ആയിട്ടിരുത്തി. അതിനുശേഷം വീണ്ടും അവർക്ക് മത്സരിക്കാനുള്ള സീറ്റ്, അവർ മത്സരിച്ചുകൊണ്ടിരുന്ന സീറ്റ് മട്ടന്നൂർ, അത് കൊടുത്തില്ല. അത് കൊടുക്കാതെ ഇവരെ അവസാനം അവരിത്രയും പൊരുതി നേടട്ടെ എന്ന് പറഞ്ഞിട്ട് ആണ് പിടിച്ച് പേരാവൂരേക്ക് അവരെ മത്സരിക്കാൻ വിട്ടത്. അന്ന് ഞാൻ പറഞ്ഞു ഇതവരെ ഒതുക്കാനാണ്, ഒരു കാരണവശാലും ശ്രീമതി ശൈലജ ഇത് എടുക്കരുതായിരുന്നു. ശൈലജ ടീച്ചർ ഒരിക്കലും ആ സീറ്റ് അതിൽ മത്സരിക്കാൻ പോകരുതെന്നൊക്കെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഞാനത് പറയുകയും ചെയ്തു, എൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് പോട്ടെ, സാരമില്ല, അതെൻ്റെ അഭിപ്രായമില്ല, അത് അവരുടെ ഇഷ്ടമാണ്. അവർ പാർട്ടി പറയുന്നതെല്ലാം കേൾക്കുന്നു എന്നുള്ള രീതിയിൽ അവർ നിന്നു. ഇപ്പോൾ പാർട്ടി എന്ന് പറയുന്നത് ആരായിരുന്നു അന്ന് പിണറായി വിജയനായിരുന്നു പാർട്ടി, അല്ലാതെ വേറെ ആരുമല്ല പാർട്ടി. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരാളല്ല, നമ്മുടെ ശ്രീമതി ടീച്ചർ അടുത്ത് ഡൽഹിയിൽ ഈ അഭിപ്രായം ചോദിച്ചപ്പോൾ ഇതെന്തോ ഇങ്ങനെ വിവാദമാക്കേണ്ട കാര്യം? അവർ കാലാകാലങ്ങളിൽ സർക്കാരുകൾ മാറി വരുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഉദ്യോഗസ്ഥരെ, അവർക്ക് വേണ്ട ഉദ്യോഗസ്ഥരെ അവർ നിയമിക്കും. സിവിൽ സർവൻസ് എന്ന് പറയുന്ന IAS ഓഫീസേഴ്സിനെ അവർ മാറ്റി നിയമിക്കാറുണ്ട്. അതുകൊണ്ട് ഇതൊരു വിവാദമാക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. EP ജയരാജൻ പറഞ്ഞത് തന്നെ ഇതൊരു വിവാദമാക്കേണ്ട കാര്യമൊന്നുമില്ല. വിഴിഞ്ഞം പദ്ധതി തന്നെ ഒരു വിവാദമാക്കേണ്ട കാര്യമൊന്നുമില്ല. കേരളത്തിന് വളരെ വലിയൊരു അസറ്റാണ് വിഴിഞ്ഞം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്തിന് KK രാഗേഷാണ് ഈ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലാണ് ഇത് പറഞ്ഞത്. ഈ കഴിവുള്ള ഏറ്റവും നല്ല പോർട്ടിനെ കുറിച്ച് അറിയാവുന്ന, ഇതിനെ കപ്പലുകളെക്കുറിച്ചും സൗന്ദര്യത്തെക്കുറിച്ചും ഒക്കെ നല്ല അറിവുള്ള കഴിവുറ്റ ഈ സയ്യരെ മാറ്റിയിട്ട് കഴിവുകെട്ട ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് നിയമിച്ചെന്ന്. രാഗേഷ് ഒന്ന് ചിന്തിക്കണം. അവർ പത്തനംതിട്ട കളക്ടറായിരുന്നു. ഇവർക്ക് സമുദ്രത്തെക്കുറിച്ച് വേറെ യാതൊരു പ്രത്യേകിച്ച് ഉള്ള അറിവൊന്നുമില്ല. പിന്നെ IASകാരാകുമ്പോൾ എല്ലാവരും മിടുക്കരാണ്, അങ്ങനെയുള്ളവരെ അവിടെ വരുള്ളൂ. അപ്പോൾ ഇപ്പോൾ വന്ന ഉദ്യോഗസ്ഥനെ ഇതുപോലെ ആക്ഷേപിക്കാൻ പാടില്ല. ഇയാൾ ഒരിക്കലും പോയിരുന്നുകൊണ്ട് ഇതേപോലുള്ള വർത്തമാനം പിടിച്ച് പറയരുത്. ഒരു പാർട്ടിയുടെ ഒരു നേതാവായിട്ട്, ഒരു ജില്ലാ നേതാവായിട്ട് ഇരിക്കുന്ന ആളാണ് അയാൾ. ഇതുപോലല്ല ഒരു IASകാരനെ ആക്ഷേപിക്കേണ്ടത്, ഇങ്ങനെ പറഞ്ഞ് ആക്ഷേപിക്കാൻ പാടില്ലാത്തതാണ്. ദിവ്യ സയ്യർക്ക് എന്താണ് പ്രത്യേകത എന്നുള്ളത് എനിക്കറിയില്ല. ഏതായാലും ശരി,
ഇപ്പോൾ അതിന് എതിർ ശബ്ദങ്ങൾ ഈ പറഞ്ഞ എം വി ഗോവിന്ദൻ്റെ അഭിപ്രായത്തിനും പിണറായി വിജയൻ്റെ അഭിപ്രായത്തിനും ദേശാഭിമാനിയുടെ അഭിപ്രായത്തിനും രാകേഷിൻ്റെ അഭിപ്രായം, രാകേഷ് ജില്ലാ സെക്രട്ടറിയാണ്, ആ ജില്ലയിൽ തന്നെയുള്ള അവരാണ് ഈ രണ്ടുപേരും. ഈ 3 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ് ഇതിന് തള്ളിപ്പറഞ്ഞത്. ഒന്ന് ശ്രീ ഇ പി ജയരാജൻ, 2 ശ്രീമതി ശൈലജ ടീച്ചർ, അതേപോലെ തന്നെ ശ്രീമതി ടീച്ചർ. ഈ 3 പേരും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ്. അവരാണ് ഇതിനെ തള്ളിപ്പറഞ്ഞേക്കുന്നത്, ഈ പ്രസ്താവനകളെ. ഏതായാലും നമുക്ക് ബാക്കിയുള്ള അടിപിടി നമുക്ക് കാത്തിരുന്ന് കാണാം.